അവസാനം ഞങ്ങളിവിടെ വന്നിറങ്ങി. ഇറങ്ങിയ ഉടനെ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവാണ്, മുഴുത്തൊരു പ്രാവ്. അതായത് കരേരു, ന്യൂസിലാൻഡ് പീജിനാണ്. അതൊരു 1 കിലോയ്ക്ക് മേലെ ഉണ്ട് എന്തായാലും. നമ്മൾ തിരിച്ചിവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. സോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അടുത്ത പരിപാടി നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പം ഇവിടെ എല്ലാവരും നടക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി എല്ലാം സെറ്റാക്കണം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഇതിൻ്റെ എൻട്രി. കഴിഞ്ഞ തവണ നിങ്ങളെ കാണിച്ചതാണ്. സോ അന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ് നമ്മൾ ഒരു ലൂപ്പ് എടുക്കും, കുറച്ചും കൂടെ വലുത് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന്. സോ നമ്മൾ ഇന്ന് പോകുന്ന സെയിം ഇതുവഴി കയറി ബുച്ചർ ട്രാക്ക് വഴി, ക്യാറ്റിൽ റിഡ്ജ് വഴി കയറി ഒറോറങ്കോ ട്രാക്ക് വഴി നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ സ്റ്റാർട്ട്. പ്രാവശ്യം ഇവിടെ വന്ന ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ഒത്തിരി കവർ ചെയ്യാനുണ്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നതിന് ശേഷം പഴയ സ്ഥലത്ത് തന്നെ ആയിരുന്നു. ഗൈസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ ട്രാക്കിൻ്റെ ഇവിടെ എത്തി. ബുച്ചർ ട്രാക്ക്, ഒറോറങ്കോ ട്രാക്ക്, ഇതൊക്കെ ഈ വഴിയാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ലുക്കൗട്ടിലോട്ട് പോയത് ഈ വഴിയാണ്. സോ ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് നമുക്ക് പോവാം. ഒറോറങ്കോ ട്രാക്ക്, urban tree. So what to do? ഇത് തിരിച്ച് കാർ പാർക്കിലോട്ട് പോകാൻ. ഇത് ഒറോറങ്കോ ട്രാക്ക്. ലെറ്റ്സ് ഗോ. മോയിസ്റ്റ് വാലി ഫോറസ്റ്റ് എന്നറിയപ്പെടും. എപ്പോഴും ഇവിടുത്തെ മണ്ണ് ഭയങ്കര വെറ്റായിരിക്കും. ഇതുപോലുള്ള ഈ ടൈപ്പ് മരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള മണ്ണാണ്. ഇത് മോയിസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. തെങ്ങാണോ? ഞാൻ ആദ്യമായിട്ടാണല്ലോ തെങ്ങ് കാണുന്നത്. തെങ്ങല്ലെന്ന് തോന്നുന്നു അല്ലേ? കൈൻഡ് ഓഫ് ആ ഒരു ഇതിൽ വരുന്ന തെങ്ങല്ല. തെങ്ങോട്ട് തന്നെ ഉണ്ട്. കൊള്ളാം. ആ ഇത് 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 നമ്മുടെ ഇതല്ലേ? അല്ല, കൈൻഡ് ഓഫ് ആ ഒരു കണക്കപ്പെടുന്ന എന്തോ ഒരു മരം. മറ്റേ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള എപ്പിഫൈറ്റ്സ്, അതായത് എനിക്ക് തോന്നുന്നു ഈ മറ്റ് മരങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇത്തൽക്കണ്ണികളൊക്കെ പോലുള്ള സാധനങ്ങൾ അതാണ് തോന്നുന്നു. അതിൻ്റെ വൈഡ് വെറൈറ്റീസ് ഈ ഫോറസ്റ്റിലുണ്ടെന്നാണ് അവർ പറയുന്നത്. മലയാളമാണോ ചോദിച്ചത്? മലയാളം ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മരങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ സെല്ലസിലാണ്. ഓക്കെ, ഗുഡ്.
ഉണ്ട് 394 അറൗണ്ട് 400 ആകുന്നു. 40 മിനിറ്റ് എടുത്തു. അല്ലേ? സോ 5 മൈൽ ലൂപ്പ് ട്രാക്ക്. ഓ സോറി, ഇതുവഴി തന്നെ പോവാം. നമുക്ക് 5 മൈൽ ലൂപ്പ് ട്രാക്ക് എടുക്കാം അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളിനിയും പോകുന്നത് ഈ വഴിയാണ്. വഴി ഇറങ്ങിപ്പോണം. ഓക്കെ, ലെറ്റ്സ് ഗോ. കുറവായതുകൊണ്ടാണ് നമ്മൾ ഇന്നും മറ്റേ വലിയ വഴി എടുക്കാഞ്ഞത്. എൻ്റെ അടുത്ത് പോയി ബാബിക്ക് ചെയ്യാൻ പോവാ വൈകിട്ട്. ഇന്ന് ബാബിക്യൂവിന് അളിയാൻ വിളിച്ചപ്പം അതിന് പോവാം. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഈ ഒരു ട്രാക്ക് ഷോർട്ടൺ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളത് കവർ ചെയ്യായിരുന്നു. പിന്നെ നല്ല തണുപ്പാണിപ്പം, ചിൽഡാണ്. അവസാനം നമ്മൾ കുന്നു കയറി ഒരു ജംഗ്ഷനിലെത്തി. ഇപ്പോൾ ജംഗ്ഷനിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 വഴിയുണ്ട്. ഒന്ന് നമ്മൾ വന്ന വഴി, പിന്നെ ആ വന്ന വഴിയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് മെയിനായിട്ട് നമ്മളിനി കാർ പാർക്കിലോട്ട് പോകേണ്ടത്. അതിന് 2 വഴി കാണിച്ചിട്ടുണ്ട്. ഒന്ന് മിഡിൽ റിഡ്ജ് ട്രാക്ക്, പിന്നെ ഒന്ന് 5 മൈൽ ലൂപ്പ് ട്രാക്ക്. നമ്മളിപ്പോൾ മിഡിൽ റിഡ്ജ് ട്രാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ വന്ന വഴി ഭയങ്കര വെറ്റായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഒരു കോഷൻ കാണിച്ചിട്ടുണ്ട്, വെറ്റായിരിക്കുമെന്ന്. സോ മൊത്തം ചതുപ്പും പ്രശ്നമൊക്കെ ആയിട്ട് പന്ന വഴിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പോവുകയാണെങ്കിൽ സൂക്ഷിച്ച് പോകണമെന്ന് പറയുന്നു. അപ്പം നമുക്ക് ഈ സെക്കൻഡ് വേ, അതായത് 5 മൈൽ ലൂപ്പ് ട്രാക്ക് തന്നെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് ക്ലെയറിഡ്ജ് ട്രാക്ക് എന്ന് പറയുന്നൊരു ട്രാക്കുണ്ട്. അതുവഴി പോകണമെങ്കിൽ 5 കിലോമീറ്റർ ഓൾമോസ്റ്റ് എടുക്കും. 2 അവേഴ്സും എടുക്കും. 5 കിലോമീറ്റർ നമ്മൾ നടക്കണം. സോ നമുക്ക് നടക്കാമായിരുന്നു, പ്രശ്നമില്ല. അങ്ങോട്ട് പോകാൻ പ്രശ്നമില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമുക്ക് സമയം എടുക്കും കാർ പാർക്കിലോട്ട് എത്താനായിട്ട്. സോ അതുവഴി നമ്മൾ ഇനിയും പോകുന്നില്ല. വെള്ളം കുച്ച നല്ലൊരു ദിവസമായിരുന്നു അല്ലേ? ഈ മരം കണ്ടോ? ഈ മരത്തിൻ്റെ വേരാണ് ഇപ്പം വന്നിരിക്കുന്നത്. നോക്കി, ഇതെന്തേരുണ്ടെന്ന് നോക്കി. ഈ വേര് കണ്ടോ? ഇതിൻ്റെ വേര് തന്നെയല്ലേ? ഇത് കണ്ടോ? ഇത് പോയിരിക്കുന്നുണ്ടോ? പിന്നെ മരമാകുമ്പോൾ അങ്ങനെയല്ലേ വേരൊക്കെ വരും. യെസ്, അതിൻ്റെ വേരിൻ്റെ ഒരു നീളം എങ്ങനെ ഇറങ്ങും? ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഇത് കണ്ടോ, നമുക്ക് ഇവിടുത്തെ മണ്ണും ഈ റോഡ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചാലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലമായത് ഇത്. അത് അവർ ഗവൺമെൻറ് ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെ കയറി വന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാനുള്ള അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇവിടുത്തെ ജനങ്ങളും നടക്കുന്ന ആൾക്കാരും നോക്കുക. എല്ലാം കുറേ വർഷങ്ങൾക്ക് മുന്നേ അവർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം. അതെ, പക്ഷേ അത് ഇപ്പോഴും ആ തടിയുടെ ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എവിടെയാണേലും ഇവിടെ വീടുകൾ പണിയുന്നതും തടിയിലാണ്. അതിൻ്റെ ക്വാളിറ്റി പൊളിയാണ്. സാധനം ചെതൽ പിടിക്കുന്ന പരിപാടിയില്ല. കെമിക്കലി അത് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്തോ. പിന്നെ ചെതലെന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അത് വേറൊരു സംഭവം. അതിന് വിസ കിട്ടിയില്ലേ? അല്ല, ചെതല് നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടിലും ചെതല് ഞാൻ കണ്ടിട്ടില്ല. ചെതലിന് തിന്നാനുള്ള സാധനം ഉള്ളിടത്ത് അത് കാണുമായിരിക്കും മേ ബി. കാരണം അത് മനുഷ്യന് ഹാനികരമായിട്ടുള്ളൊരു ഇൻസെക്റ്റ് ആണെങ്കിൽ ഇവരെ സാധാരണ അതിനെ കൊല്ലും. ഏത് രീതിയിൽ അവരത് അതിനെ കൊല്ലും. ഞാൻ നോക്കിയിട്ട് ഇപ്പം കൊല്ലാത്ത 2 ജീവികളുണ്ടെങ്കിൽ അത് സാൻഡ് ഫ്ലൈയും സാധാരണ ഫ്ലൈസും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. പിന്നെ ഏതാനും ചില കൊക്രോച്ചസ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉള്ളിലോട്ടുള്ള വനത്തിൽ പോയെന്ന് പറഞ്ഞാലും നമ്മളെ ഉപദ്രവിക്കാനുള്ള ഒരു മൃഗവും ഇല്ല ഇവിടെ. അതിനകത്തൊരു മുട്ട വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറാനായിട്ട് ഒരു ചെറിയ ഹോളും ഉണ്ട്. ഇപ്പുറത്തൂടെ കാണിക്കാം. ഇതാണ് റക്കൂണിനെ പിടിക്കാൻ വെച്ചേക്കുന്നത്. ആണ്ടിരിക്കുന്നത്. സോ അത് ഇതിൻ്റെ അകത്ത് കയറി ട്രാപ്പായി കഴിഞ്ഞാൽ ആ വശം അടിച്ച് അങ്ങ് ചാവും. റക്കൂൺസ് ആണ് ഇവിടെ ആകപ്പാടെ നമുക്ക്
കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്നത്. പല കിളികളുടെ മുട്ട ഭക്ഷിക്കുകയും ചെറിയ ചെറിയ ജീവികളെ പിടിച്ച് തിന്നുകയും. ഓ തടിപ്പോയി. ഞാൻ പിടിക്കണോ? നോ, ഒന്നും താഴെ പോയിട്ടില്ലല്ലോ അല്ലേ? ഓ എന്ത് ഭംഗി ഇവിടെ കാണാൻ, ഒരു രക്ഷയില്ല കേട്ടോ. അതെ, അത് നല്ല ഫ്രഷ് എയർ. നമുക്ക് ചെറിയ അവരൊരു ആരോമാർക്ക് കാണിച്ചു തന്നിരിക്കുന്നുണ്ടോ, ആ ഒരു ചെറിയ റിബൺ, അതാണ് ഓരോ ലൂപ്പിലും അവർ കിട്ടിയിരിക്കുന്ന ആരോമാർക്കാണ്. നമ്മൾ പോകുന്ന വഴി കറക്റ്റാണെന്ന് കാണിക്കുന്നൊരു. യാത്രയിലൊന്നും നമുക്കൊരു ക്ഷീണം തോന്നാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? നല്ല വ്യൂ ആണ് എവിടെ നോക്കിയാലും. പിന്നെ നമ്മൾ ഒരേ ട്രാക്കിൽ കൂടെ പിന്നെ ഒന്നുകൂടെ നടക്കുന്നില്ല. ഇതുവരെ ഞങ്ങൾ വന്നതിൽ ഒറ്റ ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ 2 3 തവണ നടന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ട്രാക്കും ഓരോരോ പുതിയ പുതിയ ട്രാക്കുകളാണുള്ളത്. ന്യൂസിലാൻഡിൽ ഒരു ആയുഷ്കാലം മുഴുവൻ ഓരോ പുതിയ ട്രാക്ക് വഴിയും ഓരോ ദിവസം പോകാവുന്ന അത്രയും ട്രാക്കുകളുണ്ട്. ബുഷ് വോക്ക്, ട്രെക്കിങ്, ഹൈക്കിങ് എല്ലാം ഉണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ സ്ഥലത്തോടെ പോകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാത്തത്. കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു അല്ലേ ദാസ? അതെ വിജയ, നമുക്കെന്താ ദാസ ഈ ബുട്ടി നേരത്തെ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ വിജയ? താഴോട്ട് നോക്കിക്കേ, അതാ അരുവി നിങ്ങൾക്ക് കാണാമോ? കുഴപ്പമില്ല, നദി ഒഴുകി വരുന്നു. നമ്മളിനി അതിൻ്റെ അടുത്തേക്ക് എത്തുവാന്ന് തോന്നുന്നു. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അഡ്വഞ്ചേഴ്സിൻ്റെ ഹബ്ബ് എന്നാണ്. അത് മെയിൻലി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ക്യൂൻസ് ടൗൺ അഡ്വഞ്ചേഴ്സ് ഹബ്ബ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒക്കെ വളരെ സമയമെടുക്കും. കാരണം പൈസ സമ്പാദിച്ച് ജോലി കാര്യങ്ങൾ, ഇവിടുത്തെ കിട്ടുന്ന കാശ് മുഴുവൻ നമ്മൾ ഇവിടെ തന്നെ ചിലവാക്കാനേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നമ്മുടെ കയ്യിലധികം കാശൊന്നുമില്ല. പക്ഷേ കുറച്ച് അങ്ങനെ നിന്നപ്പോഴാണ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമുക്കന്നേരം കാശിൽ മുടക്കാത്ത ചിലവ് ഈ പരിപാടിയാണ് ഈ ട്രെക്കിങ്, നടപ്പ്, ട്രെയിൽസ്. അപ്പോൾ അങ്ങനെ നടക്കാൻ തുടങ്ങി. നമുക്ക് 2 പേർക്കും ജോലിയായി. ഫസ്റ്റ് ജോലി കിട്ടിയത് ചിന്നുവിന്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. സോ ഞങ്ങൾ 2 പേരും ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒക്കെ കറങ്ങാനൊക്കെ പോയി. ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് മിസ് ചെയ്യും, നടപ്പ്. അതുകൊണ്ട് ഒത്തിരി നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും ഇത് നടക്കുന്നത്. അതുമല്ല, ഓരോ പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോ പുതിയ കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സൂപ്പർബ് സീനിക് വ്യൂസ് നമുക്ക് കിട്ടും. അത് മാത്രമേ ഉള്ളൂ ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ബെനിഫിറ്റ്സ്, നമ്മുടെ ഹെൽത്ത് നമുക്ക് കുറച്ചും കൂടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെയുള്ള യൂറോപ്പ് കൺട്രീസിൽ നമുക്ക് അധികം ഹെൽത്ത് ഇല്ലല്ലോ. ഹെൽത്തിൻ്റെ ഒരു സിസ്റ്റം കുറച്ച് വീക്കല്ലേ, ഇന്ത്യ പോലെ വാസ്റ്റായിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ കൂടുതലും നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ കൂടുതലും ഹെൽത്തിന് വേണ്ടിയിട്ട് ട്രക്കിംഗ് ചെയ്യും, സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കും. അങ്ങനെ അവരവരുടെ ഫിറ്റ്നസ്സും ഹെൽത്തും കാത്തു സൂക്ഷിക്കും. ജിമ്മിൽ പോകും. എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ടുള്ള മിക്ക ആളുകളും ഇവിടെ വന്ന് സെറ്റിലായിട്ടുള്ള മൈഗ്രേറ്റ് ചെയ്തവരും അല്ലാത്തവരും ഒക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹെൽത്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു ഹെൽത്ത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, ഹൈക്കിങ്, ട്രക്കിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്കെപ്പോഴും ഓടിപ്പോയി നമുക്ക് ഡോക്ടറെ പനിയാ അല്ലെങ്കിൽ തലവേദനയാ അല്ലെങ്കിൽ നമുക്ക് വീക്കാണെന്ന് പറഞ്ഞ് എപ്പോഴും കാണാൻ പറ്റില്ല. സോ നമ്മളെ തന്നെ നോക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നമ്മളെടുക്കുന്ന ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ നമ്മളെടുക്കുന്ന ഒരു പ്രിവെൻഷനാണ്. നമുക്ക് എപ്പോഴും ഡോക്ടറെ പോയി കണ്ട് ഉള്ള ഗുളികയെല്ലാം അടിച്ച് കയറ്റേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നു. സെയിം എപ്പിഫൈറ്റ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത് അല്ലേ? ബീച്ച് ഫോറസ്റ്റ്. ഓക്കെ.
നമുക്ക് ഇത് കണ്ടോ, ഇത് കാടിൻ്റെ ഉള്ളിലാണ്. അവർ ഇവിടെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തോംസൺ. ഓക്കെ, സോ ഇവിടെ വരുന്നവർക്ക് നമ്മൾ വന്ന വഴി ഇത് അതുവഴി ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെ നമുക്ക് പോകണ്ടേ. അപ്പോൾ ഇങ്ങോട്ട് അവരൊരു ചെറിയ വേ കൊടുത്തിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട്. വ്യൂ ഒക്കെ പൊളിയാണ്. സോ ഈ പ്ലാന്റിന് പറയുന്ന പേര് ബീച്ച് പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഈ ടൈപ്പ് പ്ലാന്റ്സ് ഈ ഫോറസ്റ്റിൽ മെയിനായിട്ട് കാണുന്നതെന്ന് പറയുന്നു. വേറെ ഒരു സ്ഥലത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പ്ലാന്റ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ ഒരു ഫോറസ്റ്റിലേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ടാസ്മാനിയ എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ, പിന്നെ സൗത്ത് ഐലൻഡിൽ. കമോൺ, നമുക്ക് പോവാം. യെസ്, ലെറ്റ്സ് ഗോ. ജലദോഷം പരിപാടിക്ക് അല്ലേ, അത്രയല്ലേ ഉള്ളൂ. ജലദോഷം അതല്ലാതെ മേജറായിട്ടുള്ള ഒന്നും വന്നില്ലല്ലേ. ഇവിടെ മെഡിക്കൽ ഫീൽഡ് വളരെ ശോകമാണ്. ബട്ട് ഇവിടെ വന്നിട്ട് റെസിഡൻസോ ഈവൻ എനിക്ക് തോന്നുന്നു വർക്ക് വിസ കിട്ടിയവർക്കും ഇവിടെ റെസിഡൻസിയും സിറ്റിസൺസിനും ഒക്കെ ഹെൽത്ത് കെയർ ഫ്രീ ആണ്. പക്ഷേ ഭയങ്കര ശോകമാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇവിടെ വന്നു കഴിയുമ്പം അത് ഭയങ്കര അടിയായിരിക്കും. ചെന്നാൽ ഉടനെ തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആരുമില്ല. നമ്മൾ വെയിറ്റിംഗ് ടൈം ഒത്തിരി ഉണ്ട്. എമർജൻസി അത്രയും സിവിയർ ആണെങ്കിൽ മാത്രമേ എമർജൻസിയിൽ അവർ എടുക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഓക്കെ പെയ്യെ മതി. അങ്ങനെയൊക്കെയാണ് പരിപാടി ഇവിടുത്തെ. ഫോറസ്റ്റ് കവർ ചെയ്തു തോന്നുന്നല്ലേ. സോ ഇതിൻ്റെ സൈഡിൽ ഒറങ്കറോങ്കോ റിവറാണ്. ഞാൻ സൈഡിലത്തെ വ്യൂ കാണിക്കാം. നമുക്കിനി അടുത്ത ട്രാക്ക് നോക്കണം. അടുത്ത ട്രാക്ക് ഇത് കഴിഞ്ഞ ആഴ്ച പക്ഷേ നടക്കുമെന്നറിയില്ല. നാളെ മഴയില്ലെങ്കിൽ നാളെ പോയാലോ? നാളെ മഴയില്ലെങ്കിലോ? മഴയുണ്ട് നാളെ. ഉണ്ടോ? കാലാവസ്ഥ ഇവിടുത്തെ തെറ്റാറില്ല പ്രവചിക്കുന്നത്. നമ്മൾ ഒറങ്കറങ്കോ റിവറിനെ വിട്ടൊരു കളിയില്ല. ഇത് ഒറങ്കറങ്കോ ട്രാക്കാണ്. ഇതാണ് ഇവിടുത്തേക്ക് വ്യൂ. Wow, what is this? 5-mile loop track. വരുന്നുണ്ട്. ഈ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അമേസിങ് വ്യൂ അല്ലേ. ഈ വഴിയൊക്കെ കണ്ടോ ചിന്നു? ഈ വഴിയല്ലേ 5-mile ലൂപ്പ് ട്രാക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് മിഡിൽ റിഡ്ജ് ട്രാക്ക്. ഇങ്ങോട്ടേക്കല്ലേ? അല്ല, ഇതിപ്പോൾ നമ്മൾ വന്നോ? ഇത് നമ്മൾ സ്ഥലം എത്തിയില്ലേ? ഇല്ല, നമ്മൾ എത്തിയില്ല. ഈ ട്രാക്കിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇത് ചെറിയൊരു റിവറാട്ടോ. മീനുകളെ ഒന്നും കാണത്തില്ല. മീനുകൾ കാണുമായിരിക്കും ചിലപ്പോൾ.
അടിപൊളി കേട്ടോ. നമ്മളിനി ഏത് വഴി പോകും? ഇനി ഐഡിയ? നോ ഐഡിയ. കൺഫ്യൂഷൻ ആയോ? നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിപ്പോൾ 2 വഴിയോ? പിന്നെയും 2 വഴിയോ? ഇത് മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയതുപോലെ ആയല്ലോ. ഈ വഴിയാണെന്ന് തീരുമാനിച്ചോ? ഒരു മിനിറ്റ്, ഞാനൊരു വണ്ടി കാണുന്നു. ആ വഴിയാണോ? നമ്മൾ പേടിച്ചതുപോലല്ലായിരുന്നു. ചിന്നു, യെസ്, കം ഓൺ. ഈ വഴിയാ? അത് കൊള്ളാം. ഓ, നമ്മളെത്തി. നമ്മളിപ്പോ വേറെ സ്ഥലത്തൂടെ പോയേനെ ഇപ്പം. ഓ മൈ ഗോഡ്, അത് ഭയങ്കരമായി പോയിട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമെന്ന്. വായിക്കില്ല, ഞാൻ വണ്ടി ഇച്ചിരി മുന്നോട്ട് കയറ്റാം. അതായിരിക്കും നല്ലത്. വണ്ടി മുഴുവൻ ചെളിയായല്ലോ. ആ, ഫോണിൻ്റെ അകത്തുണ്ട്. ആ, ഓക്കെ. ഇത് എങ്ങനെ ഇനി ഇത് സെറ്റ് ആക്കുന്ന? തിരികെ ലെഫ്റ്റിലോട്ട്. ആ, തിരികെ തരൂ. ഏതൊക്കെയോ തിരിയുന്നുണ്ട്. ഭയങ്കര ടൈറ്റ് ആക്കി വെച്ചിരിക്കുക. എങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിക്കണം? അതാണോ തിരിക്കേണ്ട? ഞാൻ ഇതാ തിരിച്ചോണ്ടിരുന്നത്. എല്ലാം തിരിക്കും. അല്ലല്ല, അത് തുടങ്ങണ്ട, അത് കുഴപ്പമില്ല. നല്ലൊരു നടപ്പായിരുന്നു. രസമുണ്ടായിരുന്നു. പുതിയ സ്ഥലം, പുതിയ രീതി അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ ക്യാറ്റൽ റിഡ്ജ് ട്രാക്ക്. സോ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, നടക്കാനും ഫാമിലിയൊക്കെ. ഇപ്പം നമ്മൾ വന്ന വഴി കൂടെ തന്നെ ഇച്ചിരി ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ബാർബിക്യൂ മെഷീൻ അപ്പുറത്തുണ്ട്. പക്ഷേ നമ്മൾ ബാർബിക്യൂ ചെയ്യാനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബാർബിക്യൂ ഇന്ന് അളിയൻ്റെ അടുത്താണ്. സോ അളിയൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പ് എടുത്തതും. സോ നമ്മൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. such a beautiful place. നല്ലൊരു നടപ്പായിരുന്നു. സൂപ്പർ. നീ ഇതൊക്കെ എടുത്തോ? യോഗായിട്ട് എവിടെ പോയാലും യോഗായിട്ടുണ്ടല്ലോ. നല്ല സാലഡ്സ്. ടൊമാറ്റോ ഇട്ടു, കുക്കുംബർ, പിന്നെ ബേബി സ്പിനച്ച് ഇട്ടു, പിന്നെ കുറച്ച് ഒനിയൻ, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ, കുരുമുളക് പൊടി, ഉപ്പ്. പിന്നെ ഇത് ബിരിയാണി. ഇച്ച പോയിട്ട് വന്നപ്പോഴത്തേക്കും വാങ്ങിച്ചോണ്ട് വന്ന. എന്ത് ബിരിയാണിയാ? ചിക്കൻ അല്ലേ അത്? ലാമ്പ്. ആ, ഓക്കെ. ലാമ്പ് ബിരിയാണി, യോഗട്ട്, സാലഡ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമോ? ആ, ഞാൻ നോക്കാം. ഈ സാലഡ്. പിന്നെ ഇത് ജ്യൂസ് ഒഴിച്ചുണ്ടാക്കിയതാ. ആപ്പിളും തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മേ, കുടിച്ചില്ലേ അത്? കുറച്ചുകൂടെ ഉണ്ട്. ആപ്പിളും ക്യാരറ്റും, ഗ്രീൻ ആപ്പിളും ക്യാരറ്റും മുസമ്പി. ഈ ഒരു വൈബിൽ കഴിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇത്ര നടന്നു വന്നതിൻ്റെ വിശപ്പുണ്ട്. ഇതെങ്ങനെ കഴിക്കും? ഇപ്പം ഈ കഴിച്ച പോലെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുക. നമ്മൾ ഈ കവറുകൾ എടുക്കുക, ഒരു സാധനം പോലും താഴെ ഇടാതെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അടുത്ത ആൾക്ക് നല്ല സ്ഥലം കിട്ടും. സോ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ജയ് ഗുലാൻ, ജയ് സലാം. എന്താ ബൈ ബൈ. ബൈ ബൈ. ബി പോസിറ്റീവ്.